എന്തിനാണ് ആ പടം കാണാൻ വരുന്നവനെ മൂഞ്ചിച്ചിട്ട്? നമ്മൾ ഫാൻസൊക്കെ തന്നെ, പക്ഷെ പൊട്ടന്മാരല്ല. ലോക്കി, നീ എന്നടാ പണ്ണപ്പോറെ എന്ന ക്രിഞ്ച് ഹൈപ്പ് സഹിക്കാൻ പറ്റാതെ ആവണം ഈ പ്രാവശ്യം ആ പതിവ് തെറ്റിച്ച് എന്തുവാടെ ഈ പണി വെച്ചിരിക്കുന്നത് എന്ന് ചോദിപ്പിച്ചിരിക്കുകയാണ് ലോകേഷ്. സൂപ്പർ സ്റ്റാർ മൂവി, ലോകേഷ് ഡയറക്ടർ, മൾട്ടി സ്റ്റാർ മൂവി കൂടി, അനിരുദ്ധ് മ്യൂസിക്, സൺ പിക്ചേഴ്സ്. ഇതൊക്കെ കണ്ട് നേരത്തെ കാലത്തെ ബുക്ക് ചെയ്ത് ചൂട്ടും കത്തിച്ച് പോയവരുടെ മൂർധാവിൽ തന്നെ കിട്ടി. നല്ല തിരക്ക്, കൈയടിക്കാനും ആവേശം കൊള്ളാനും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാണികൾ. സൗബിൻ വരുന്നു, ഒരു അണ്ടർവേൾഡ് യൂണിവേഴ്സൊക്കെ കാണിച്ച് ഹൈപ്പ് വെച്ച് നിർത്തുന്നു. ശേഷം രജനിയുടെ ഇൻട്രോ വലിച്ച് നീട്ടി നീട്ടി ബിൽഡപ്പ് ഇട്ട് വേർപ്പിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഇറച്ചി വിട്ട ഇൻട്രോ. അപ്പോഴും നമുക്ക് കത്തില്ല ഇത് വേറെ എങ്ങോട്ടേലുമാണോ പോകുന്നതെന്ന്. ഒരു നിർവികാര ഇൻട്രോ സോങ്. എന്തോ ഒരു കഥയിലേക്ക് കടക്കാൻ തുടങ്ങും, പക്ഷേ 2.5 മണിക്കൂർ ഡിസപ്പോയിൻറ്റിങ്. നായകൻ ആര്, നായകൻ്റെ ലക്ഷ്യം എന്ത് അറിയില്ല. വില്ലൻ ശരിക്കും ആരാണ്, അവൻ്റെ ഉദ്ദേശം എന്താണ് അതും അറിയില്ല. ഈ ടൈം മുഴുവൻ രജനീകാന്തിനേക്കാൾ സ്ക്രീൻ സ്പേസിൽ സൗബിൻ ആറാടുമാണ്. പേഴ്സണലി അമ്പിളിയിലെ സൗബിനെയാണ് കാണുന്നത്, പോരാ എന്ന് തന്നെ പറയും. കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സീനിനും നല്ലൊരു BGM ഇല്ല. അയലാമത്തി ചൂര എന്ന വിളി പോലെ അരംഗമതിര വിസില് പറക്ക പവർ ഹൗസ് സോങ് പോലും BGM ആക്കാനുള്ള ബോധം അനിരുദ്ധിനില്ലാതെ പോയി. ലാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു നിർവികാര സീനില്ല. നിർഗുണ വില്ലൻ നാഗാർജുൻ എന്തൊക്കെ പ്രതീക്ഷിച്ചതാണ്. ചുമ്മാ തല്ലുകൊള്ളി വില്ലൻ. ഉപേന്ദ്രൻ മാത്രം കയ്യടി വാങ്ങി, പക്ഷേ അത് ജയിലർ പോലെ ആക്കാൻ നോക്കിയ ക്യാമിയോ ആണ്. പട്ടിണി കിടക്കുന്നവന് ചായ കിട്ടിയാലും മതിയല്ലോ. 3 മണിക്കൂറൊക്കെ ആവാറാകുമ്പോൾ കഥയും ബാക്ക് സ്റ്റോറിയും പറയും. എന്തോ പെരുസാ പണ്ട്രേ എന്ന് കൊടുത്ത ബിൽഡപ്പിൽ ചെയ്യുന്ന ക്രൈം അവയവക്കടത്താണ്. കാശ് കൊടുത്ത് കാണാനിരിക്കുന്നവനോട് ഇത്രയുള്ള എണീറ്റ് പോടാന്ന് ലോകി പറഞ്ഞ പോലെ തോന്നി. റോളക്സ് ആക്കാൻ നോക്കുന്ന അമീർ ഖാൻ. ശേഷം തലൈവരെ നീങ്കളാന്ന് പറയുന്ന പോലത്തെ ഒരു സീനാണ്. ഒരു 4-5 കത്തിക്കുത്ത് കാണിക്കുന്ന പടത്തിന് A സർട്ടിഫിക്കറ്റ് എന്ത് പുഴുങ്ങാനായിരുന്നു എന്ന് ആലോചിച്ചപ്പോഴേക്ക് വളരെ വളരെ മെനക്കെട്ട ഒരു DAGing കൂടി. തൃപ്തിയായി, വയറ് നിറഞ്ഞു. കഥ എന്ന സാധനമില്ല. ലോക്കിയെ അനുകരിക്കുന്നു, നെൽസനെ അനുകരിക്കുന്നു. എല്ലാ പ്രാവശ്യവും കയ്യടി വാങ്ങുന്ന റെട്രോ സോങ് വിത്ത് ഫൈറ്റ് ഇതിൽ പടലം 3G ആക്കിയിട്ടുണ്ട്. ഈ പ്രായത്തിൽ നന്നായി കഷ്ടപ്പെട്ട രജനിക്ക് നല്ലൊരു BGM എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി. സത്യരാജ്, ശ്രുതി, രജിത റാം ആക്ടിംഗ് ഒക്കെ കിടു. ബട്ട് ഇവരുടെ സ്റ്റോറി ബ്രേക്കിംഗ് ബാഡ്, മലയാളം മൂവി കൗരവർ, ജയിലർ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് പകുതി വെന്ത അവിയലാണ്. LCU, വെബ് സീരീസ്, കൈദി 2, ബെൻസ്, മുട്ടിന് പടം അനൗൺസ് ചെയ്ത് അന്യായ ഹൈപ്പും കൊടുത്ത് ആ പ്രഷർ താങ്ങാൻ പറ്റാതെ കനകരാജിൻ്റെ കിളി പോയ മട്ടാണ്. ഒരിക്കലും വീഴില്ല എന്ന് കരുതി ഒരു വൻമരം കൂടി വീണു. OTT വന്നാൽ സിനിമയും ലോക്കിയും ഓൺ എയർ. ഇഷ്ടപ്പെട്ടവർ ഉണ്ടാവാം, ഞങ്ങൾക്കിത് ശരാശരിക്കും താഴെ പോയ പകുതി വെന്ത അവിയലാണ്. കൂലി കാണാൻ പോയിട്ട് കൂലി നഷ്ടപ്പെട്ടവർക്കായി ഒരു വാക്ക്, നിങ്ങൾ ഒറ്റയ്ക്കില്ല, ഞങ്ങളുമുണ്ട്. സിനിമ കാണാൻ വരുന്നവൻ്റെ 150 രൂപയാണ് ലോക്കിക്ക് വലുത് എന്ന വാക്ക് വിശ്വസിച്ച് പോയതാണ്. അനിയുടെയും ലോക്കിയുടെയും സ്റ്റോക്ക് തീർന്നു. നന്ദിയുണ്ട് ലോക്കി, നന്ദിയുണ്ട്. ഒരു പ്രാവശ്യം കാണാം, കണ്ടിരിക്കാം, ഞാനത്ര കുഴപ്പം കണ്ടില്ല എന്ന് പറയുന്നവരോട് തമിഴ് ഇൻഡസ്ട്രിയുടെ തന്നെ ബിഗ് ബഡ്ജറ്റ് ഹൈപ്ഡ് മൾട്ടി സ്റ്റാർ മൂവി തട്ടിക്കൂട്ടി കണ്ടിരിക്കാം എന്ന് പറയുന്ന അവസ്ഥയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ടാണോ നമുക്ക് തരേണ്ടത്? ഒന്ന് ചിന്തിച്ചാൽ മതി.